ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്യാനാണ്. ഒരു ഡ്രസ്സ് കടം തരുമോന്ന്. എൻ്റെ പൊന്നാരം മക്കളെ, എന്തൊക്കെയാ കേൾക്കുന്നതെന്നറിയോ? എനിക്ക് ഇന്നൊരാൾ തന്ന ഒരു ഇൻഫോർമേഷനാണ്. ആളെ ഞാൻ പറയൂല, എൻ്റെ എനിമിയായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂടെ രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഡ്രസ്സ് മേടിച്ചിട്ടിട്ട് റീലെടുത്ത് പോസ്റ്റ് ചെയ്യുന്നവളെ ചുരിദാർ കൊടുത്ത ഒരാളാട്ടോ എനിക്ക് എന്നെ വിളിച്ചത് പറഞ്ഞത്. ചിരിയായിട്ട് പാടില്ല. എന്തൊക്കെ കോപ്രായാണ് ഈ വയസ്സാം കാലത്ത്. ആരെ കാണിക്കാനാണ് മക്കളെ? ഈ വയസ്സാം കാലത്തൊക്കെ ഓരോരോ കോപ്രായം കളിച്ചു കൂട്ടിയിട്ട് ആരുണ്ട് കാണാനേ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ചില സമയത്ത് ചിരി വരും. നമ്മൾ പണ്ടൊക്കെ ആ റേഷൻ പീടിയെ കൊണ്ടുപോകുന്ന ചാക്കുണ്ടല്ലോ, അതേപോലത്തെ ഒരു ചാക്കും എടുത്തിട്ട് അതേപോലത്തെ ഒരു ടീഷർട്ടും എടുത്തിട്ട് വരുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. പിന്നെ നമ്മൾ ആരെയും കളിയാക്കണ്ട, നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പറഞ്ഞാൽ അവർ കണ്ണാടിയിൽ നോക്കേണ്ട അവസ്ഥയാണല്ലോ. എന്നിട്ട് കടം മേടിച്ചൊക്കെ ഡ്രസ്സ് ഇട്ട് റീൽസ് എടുക്കേണ്ട ഒരു ഗതികേട്. എന്തിനാണ് ഇങ്ങനെ കോപ്രായം കാണിച്ച് കൂട്ടുന്നതെന്നാ? സ്വയം സെലിബ്രിറ്റിയാണെന്ന് പറയാനോ? എന്തിൻ്റെ ആവശ്യം? നമ്മളൊക്കെ പോകുന്നത് ആറടി മണ്ണിൻ്റെ അകത്തേക്കാണ്. അവിടെ പോയാൽ ഈ കാണിക്കുന്ന റീൽസും ഈ എടുക്കുന്ന വീഡിയോസൊന്നും നമുക്ക് ഒന്നിനും ഒരു കാര്യമാവില്ല. മുസ്ലിം മതത്തിൽ ഇസ്ലാം മതത്തെ പറയാച്ചാൽ രണ്ട് സൈഡിൽ നിന്നും മലക്കുകൾ വരും. നമ്മൾ ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ പറയാനേ എന്ന് പറയും. ഹൈന്ദവ വിശ്വാസം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എൻ്റെയൊക്കെ ഖബറിലേക്ക് ഇങ്ങോട്ട് ഞാൻ വെക്കുമ്പോഴേക്കും മലക്കുകൾക്ക് വന്നിട്ട് പരാതി പറയാനേ നേരം ഉണ്ടാവും എൻ്റെ പൊന്നോ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും ഈ റീൽസ് എടുത്ത ടൈമും ഒക്കെ നമ്മളോട് വ്യക്തമായിട്ട് ചോദിക്കും. അപ്പോൾ എനിക്ക് വളരെയധികം ചിരി വന്നൊരു സംഭവം. ചിരി വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി പോസ്റ്റ് ചെയ്യാണ്. ആരെങ്കിലും റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പ് തലശ്ശേരി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണേ പ്ലീസ്. എന്തിനാണ് ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ചാക്കം വലിച്ചിട്ട്? ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശാത്തി റീലെടുക്കുന്നത് ഒരു നടത്താണ്. കെട്ടിയവരാൻ തോന്നുന്നു ക്യാമറാമാന് മൊട്ട. വല്ലാത്തൊരു കഷ്ടമുണ്ട്. തൊഴിലുറപ്പിന് പോയിക്കൂടെ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പം എന്നോട് ചോദിക്കും, എനിക്ക് ചോദിക്കൂടെ? എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആരോടും ഡ്രസ്സൊന്നും കടം വാങ്ങിയിട്ടില്ല. റെൻറ്റിന് വരെ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, എനിക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്ന നേരം കൊണ്ട് റെൻറ്റിന് എടുക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ കോപ്രായൊക്കെ കിട്ടിയിട്ടുള്ളത്? ഇട്ടിട്ട് നാട്ടുകാരെ കാണിച്ചാൽ പോരെ? മറ്റുള്ളവരോടൊക്കെ കടം മേടിച്ചിട്ടിട്ട് അത് നാട്ടുകാരെ കാണിച്ചിട്ട് എന്നാ കിട്ടാനാണ്? ഇനി 10 ഫാൻസ് കൂടാനാണെങ്കിൽ ഈ ഫേസ്ബുക്കിലുള്ള ഫാൻസ് അല്ലേ ഉള്ളൂ, അത് വെച്ചിട്ട് കളിച്ചാൽ പോരെ? എന്ത് ചെയ്യാനാ? ഓരോരോ കഷ്ടപ്പാട് എന്ന് പറയാമല്ലോ. എന്നിട്ട് എനിക്കിത് കേട്ടപ്പോൾ ചിരിയാ ഗൈസ് വന്നത്. എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പ് ഞാൻ കുറേ ആളായി തപ്പുന്നു. കാരണം എനിക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ മൂലയിലിട്ടേക്ക് ചെയ്യുന്ന അടുത്ത ഫങ്ഷൻ ഇടാൻ പറ്റൂല. അപ്പം ഞാനൊക്കെ വിചാരിക്കുക റെൻറ്റിന് എടുത്താൽ പോരെ, എന്തിനാണ് ഇങ്ങനെയാണ്? അതേപോലെ റെൻറ്റിൻ്റെ ഇത് പറഞ്ഞു കൊടുത്താൽ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസ റെൻറ്റിൻ്റെ ഷോപ്പ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും പറഞ്ഞും കൊടുക്കണ്ട. ഇതേപോലെ ആരോടെങ്കിലും ഇരുന്നിട്ട് മേടിച്ചിട്ടോട്ടെ. കോപ്രായം കളിച്ച് കൂട്ടുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തറിയാതെയും കൂടി നോക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ചുറ്റിലും നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരികൾ നിങ്ങളെ സപ്പോർട്ടാണെന്ന്? ചുമ്മാതാ. എല്ലാവർക്കും ദേഷ്യ. എനിക്ക് നിങ്ങളെ ഡീറ്റെയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ചുരിദാർ തന്നാൽ ആളോട് തന്നെ ചോദിക്കിട്ടോ, ആളെയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നത്തിനാണ് എന്നെ ഒട്ട് കൊടുത്തതെന്നോട് ചോദിക്കുക. ഏതായാലും സങ്കടമുണ്ട് കേട്ടോ. 10-60 വയസ്സിലും മറ്റുള്ള പോലെ ചുരിദാർ മേടിച്ചിട്ടിട്ട്
ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒരിടയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് 2-3 പ്രാവശ്യം പോസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട്. ഞാൻ വലിയ ലെവലായിട്ടൊന്നും പറയല്ല, കേട്ടപ്പോൾ ഒരു കൗതുകം. നമുക്കുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ സിസ്റ്റർ 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ചുമരിൻ്റെ മുകളിൽ നിറയെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട്. ഞാൻ ഓരോരോ സെലിബ്രിറ്റീസിന് ഫോട്ടോ കൊടുത്ത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ച്, ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് നല്ല ഫോട്ടോ കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, നല്ല ഫോട്ടോ കിട്ടിയായിരുന്നു എന്ന് തന്നെ. എന്തൊരു കോലാണ് നിൻ്റെ, ഒരു മക്കന് ഒരു തട്ടോ. എനിക്ക് ഡ്രസ്സ് ഇടാനില്ലായിരുന്നു ഉള്ളത് പറയുന്നതിനെന്താ. എനിക്ക് 2013, 14, 16 കാലഘട്ടങ്ങളിൽ എനിക്ക് ഡ്രസ്സ് ഇടാനില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അന്നത്തെ സമയത്ത് ഒരു 2600 രൂപയുടെ ഒരു പർദ്ദ മേടിച്ചു തന്നു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു പർദ്ദ മേടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2600 രൂപ എന്ന് പറയാൻ കാരണം അന്നത്തെ 2016 2600 രൂപ എന്നൊക്കെ പറയുന്നത് വലിയ പൈസയാണ്. അങ്ങനെ എടുത്തു വെച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇക്കാക്കനോട് പറഞ്ഞൊരു കാര്യം, എപ്പോഴെങ്കിലല്ലേ എടുക്കുന്നുള്ളൂ, നല്ലത് എടുത്തോ, പർദ്ദയല്ലേ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാമല്ലോ എന്നാണ്. ആ ഒരു പർദ്ദ ഇട്ടിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരെയും ഞാൻ കാണാൻ പോയത്. അമൃതാനന്ദമയി, കുമ്മനം രാജശേഖരേട്ടൻ, ദിലീപേട്ടൻ, സുരേഷ് ഗോപി, ഇവരെയൊക്കെ ഞാൻ ഈ പർദ്ദ ഇട്ടിട്ടാണ് കാണാൻ പോയത്. അപ്പോൾ ചിലർ എൻ്റെ പഴയകാല ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് പറയും, ഇവൾ ഭയങ്കര ദീനിയാണ്. അതൊന്നും നല്ല സംഭവം, എനിക്ക് ഇടാനില്ലായിരുന്നു. ഭർത്താക്ക് ഷാളൊന്നും അങ്ങനെ ആ കാലത്തൊന്നും ആരും ഇടാനില്ല, ഇനി മക്കനെയായിരുന്നു ഇട്ടല്. അപ്പം ഞാൻ മിക്കതും മക്കനെയാണ് ഇട്ടത്. അന്ന് ഇടാനില്ലാഞ്ഞിട്ടാണ് ഗൈസ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു ഇൻസൾട്ട്, നമ്മൾ പറയല്ലേ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇൻസൾട്ട് എന്താണെന്നറിയോ? ഫാമിലി ഉണ്ട് താമരശ്ശേരി. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2014, 15, 16 കാലഘട്ടങ്ങളിലൊന്നും എൻ്റെ അടുത്ത് ഒരു ഡ്രസ്സും ഇല്ല ഗൈസ് ഇടാനും. അപ്പോൾ ഞാൻ എന്തായും ചെയ്യാന്ന് വെച്ചാൽ ഈ ഫാമിലി പോയിട്ട് നൈറ്റിയുടെ പീസ് എടുക്കുമായിരുന്നു. നൈറ്റിയുടെ പീസ് എടുത്തിട്ട് പിന്നെ എന്താ 99 രൂപയോ 88 രൂപയൊക്കെ മീറ്ററിനുള്ളൂ. അതിൻ്റെ 2-3 മീറ്റർ മേടിച്ച് ഞാൻ തന്നെ ചുരിദാർ അടിച്ച് ഞാൻ അന്ന് ചുരിദാർ അടിക്കായിരുന്നു. അന്നൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ കുറച്ച് കാലം ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അന്ന് ഞാൻ അത്യാവശ്യം തയ്ച്ചു തുടങ്ങി. എനിക്കൊരു ഉഷയുടെ മറ്റേ കറണ്ട് കുത്തുന്നൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ മിഷനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ അടിച്ച് നന്നാവുന്നില്ല, എന്നാലും ഏകദേശം ഒരിത് നമ്മുടെ അനുഭവങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ മമ്മൂട്ടി, ഒരുവിധം ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു നൈറ്റി പീസിൻ്റെ ചുരിദാർ ഇട്ടിട്ട് വീഡിയോ പോലെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരിക്കൽ ഫാമിലിയിൽ താത്തൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഫാമിലിയിലുള്ളൊരു ചേച്ചി ഒരു കാര്യം പറഞ്ഞു, എടാ ഇവളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണാനുണ്ടോ ഫേസ്ബുക്കിൻ്റെ അകത്ത്? മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരുടെയൊക്കെ കൂടെ ഉണ്ട്. ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? മമ്മൂട്ടിൻ്റെ കൂടെ നമ്മളെ 99 ഉറുപ്പ്യൻ്റെ നൈറ്റി പീസിൻ്റെ ചുരിദാറായിട്ട്. ഞാൻ എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് മേലോട്ടെടുത്തേ എന്നുള്ള അവസ്ഥയിലായിപ്പോയി. എൻ്റെ പൊന്നും മക്കളെ, എന്ത് ചെയ്യാനാ, ആരോട് പറയാനാ ഞാൻ, ആര് കേൾക്കാനാ? ഇടാനില്ല, ഇല്ലാത്ത കാര്യം ഇല്ലയെന്നെ പറഞ്ഞൂടെ. ഇനി എന്നെ സംബന്ധിച്ച് വളരെയധികം ഞാൻ ഇൻസൾട്ടായൊരു നിമിഷമാണത് ഗൈസ്. പിന്നീട് ഞാൻ വർഷങ്ങൾക്കിപ്പുറം ഇതേപോലെ ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ പോയപ്പം സെയിം ചേച്ചി, എടാ ഇവളുടെ വീഡിയോ കാണാറുണ്ടോ, ഇവളുടെ കോസ്റ്റ്യൂമൊന്ന് കണ്ടിട്ടുണ്ടോ എന്ന് തിരിച്ച് പറയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ചുരിദാർ മേടിച്ചിടുന്നതും കടം മേടിച്ചിടുന്നതൊക്കെ സ്വാഭാവികം. റീൽസിന് വേണ്ടിയിട്ട് മാത്രം ചുരിദാർ മേടിച്ചിടുന്നതെന്ന് കേട്ടപ്പം എനിക്കൊരു കൗതുകമായിട്ട് പറയാം. എൻ്റെ പൊന്നാരമ്മച്ചിയെ, വെറുതെ എന്നതിനാണ് ഇങ്ങനെ കോപ്രായം കിട്ടുന്നത്? ഉള്ളത് കിട്ടി, ഉള്ളതും മേലെ നമ്മൾ ഓണം പോലെ എന്ന് പറയല്ലേ,
ഞാനൊക്കെ ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ്. ഇപ്പോഴും അത് എടുത്ത് വെച്ച് പറയാൻ എനിക്കൊരു മടിയില്ലാത്ത ഒരാളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായത് ഡ്രസ്സിൻ്റെ പേരിലാണ്. പലയിടങ്ങളിലും ഞാൻ ഇൻസൾട്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഡ്രസ്സായിരുന്നു. ഒരു സമയത്ത് രാജകുമാരിനെ പോലെ ജീവിച്ച് പിന്നൊരു സമയത്ത് ഭിക്ഷക്കാരിനെ പോലെ ജീവിക്കേണ്ട ഒരു ഗതികേട് വന്ന ഞാനാണ്. നാളെ ഒരു പക്ഷേ മേ ബി പിച്ചക്കാരിയെ പോലെ തന്നെ ആവും. ഇല്ലയെന്നും പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എന്തും ഉൾക്കൊള്ളുന്ന ഒരാളാട്ടോ. ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് ദൈവം എല്ലാം തരാറുണ്ട്. തന്നിട്ട് പെട്ടെന്ന് തിരിച്ചെടുക്കാറുമുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്കെല്ലാം അങ്ങനെയാണ്. അപ്പം ഞാൻ മേ ബി എന്തൊരു സാധനമാണെങ്കിലും ഞാൻ ഉറപ്പിക്കും നാളെ എനിക്കിത് ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കും. അതിലിപ്പം എനിക്ക് ദൈവം എൻ്റെ കൂടെ പോയി നിർത്തുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ഹസ്ബൻഡിനാണ്. ബാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഒരു വർഷത്തിലപ്പുറം എനിക്ക് ആരുമായിട്ടും അങ്ങനെ കൂട്ടുണ്ടാവാറ്. ഞാനെല്ലാം പിരിയും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആരെടുത്തും അങ്ങനെ വലിയത് വെക്കാറില്ല. സത്യം പറയിച്ച ഒരു സൗഹൃദം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാവരോടും സൗഹൃദം ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരോടും കമ്പനിക്കാരാണ്. ഇപ്പം മേ ബി കൊലയിൽ പോയി കുത്തിരിഞ്ഞാൽ റോട്ടുമ്പോൾ കൂടി പോകുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഹായ് ബൈ ബന്ധം അതൊക്കെ അപ്പുറം ഞാനൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. എനിക്ക് ആദ്യം ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുക അല്ലെ സുഹൃത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ച് അത് വയനാട്ടിൽ സിനിയായിട്ടാട്ടോ. വേറെ ഒരാളുമായിട്ട് എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പാതിയായിട്ടുള്ളൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളോട് പോലും ഞാൻ വല്ലപ്പോഴും വാട്സപ്പിൽ ഒരു ഹായ് ബൈ ബന്ധം. പിന്നെയും ഞാൻ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും ഞാൻ എന്താ പറയുക വിളിച്ചിട്ടുണ്ടെങ്കിലും സിനീനെ അല്ലാതെ വേറൊരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. വേറെ ആരുമായിട്ട് എനിക്ക് കമ്പനിയില്ല. അവളോട് എനിക്കറിയില്ല. ഞാൻ സിനീനെ കാണുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട് 8ാം ക്ലാസ്സിലാണ്. സിനി 5ാം ക്ലാസ്സിൽ നിന്നുണ്ടോ? 5ാം ക്ലാസ്സിൽ നിന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ സ്കൂളിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അവൾ. ഞാനും അവളും എമ്മാതിരി കലിപ്പായിരുന്നു എന്നറിയാം. എനിക്ക് അവളെ കാണുന്നതേ ഇതായിരുന്നു. അവൾക്ക് എന്നെ കാണുന്ന അതിനെ കാട്ടില്ല അപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ സൗഹൃദമായതാണ്. സിനിയും എന്താ അവളുടെ പേരുണ്ട് പൊന്നോ അവൻ്റെ തുമ്പത്തെണ്ണം മറന്നുപോയി. ഇപ്പം ഹിന്ദു കുട്ടികൾ പണ്ടത്തെ ഒരു സംഭവമാണല്ലോ, ഹിന്ദു കുട്ടികൾ ഒരുമിച്ച് നടക്കുക, മുസ്ലിം കുട്ടികൾ ഒരുമിച്ച് നടക്കുക എന്നുള്ളൊരു സമ്പ്രദായം പണ്ടത്തെ കാലത്തുണ്ടല്ലോ. അപ്പം ഇവള് ആ ഒരു ഇതിൽ അപ്പം ബിൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് ഇവൾക്ക് നല്ല ബന്ധമായിരുന്നു, ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പം ബിൻസി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷമാണ് സിനി ഞാനുമായിട്ട് വലിയ അടുപ്പം വെച്ചത്. ഞാൻ മഹാവികൃതിയായിരുന്നു കേട്ടോ. ടീച്ചർമാരുടെയൊക്കെ കരടായിരുന്നു കണ്ണിൽ. പക്ഷെ എന്തിനും ഞാനായിരിക്കും മുമ്പിൽ. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാനായിരിക്കും മുമ്പിൽ. മറ്റേ ക്ലാസ് ലീഡർ വരെ ആയിരിക്കും പഠിക്കാത്ത ഞാൻ. അങ്ങനെ അപ്പോൾ സിനിയായിട്ട് ഞാൻ സിനിനെ പിന്നെ ഈ അടുത്ത കാലത്ത് കാണുമ്പോണ്ടല്ലോ 16-17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടത്. ആ ഒരു സന്തോഷം ഞാൻ ആരെയും അങ്ങനെ കാണാൻ പോയിട്ടില്ല. പക്ഷേ അവളാണെങ്കിലും ഞാൻ പറഞ്ഞില്ല എൻ്റെ കരളിൻ പാതി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരിയാണെങ്കിലും എനിക്ക് പണ്ടൊരു ലൈൻ ഉണ്ടായിട്ടില്ല, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിച്ച സമയത്ത് അവനാണെങ്കിലൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒരൊറ്റ കാര്യം പറയാനാ, എന്താണ് അന്ന് രാത്രി സംഭവിച്ചൊരു പ്രശ്നം. ഞാൻ ഇതിനു മുമ്പ് കബീറിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടില്ലായിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതെന്നാ സിനി എന്നോട് ചോദിച്ചത്, എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചത്, എൻ്റെ പഴയകാല കാമുകരും എന്നോട് ചോദിച്ചത്. എല്ലാവർക്കും അതായിരുന്നു കേട്ടോ അറിയേണ്ടത്. അപ്പോൾ അത്രമേലൊരാളുമായിട്ട് സൗഹൃദം പോലും വെക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം നാളെ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വളരെയധികം വിശ്വാസിയാണ്. എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമുക്ക് വെറും ഒരു 6 അടി മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നമുക്കുണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല, ഒരു കോടീശ്വരനായ ഒരു വ്യക്തി
സ്വന്തം മകൻ്റെ അടുത്ത് പറഞ്ഞു, മരണശേഷം എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഷോക്സ് ഇടിക്കണം കേട്ടോ നീ എനിക്ക്, എൻ്റെ ആ ലാസ്റ്റ് ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം മരിച്ചു. ഇവനൊരു ഷോക്സുമായിട്ട് വന്നു, പക്ഷെ ആരും ഇടാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത്രമേൽ ഒരു കാലിലൊരു ഷോക്സ് പോലും നമ്മൾ കൊണ്ടുപോകില്ല. അപ്പം ഞാനൊക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനൊരു കമ്മലെടുത്തു. എനിക്കറിയാം അത് മേ ബി ചിലപ്പോൾ നാളെ മറ്റന്നാളത് പോകും. നമുക്കൊരു അസുഖം വന്നാൽ മതി, ഒരു പനി വന്നാൽ മതി ഗൈസ്, നമ്മൾ കിടന്നു പോവും. ഈ ചുറ്റിലുള്ള ഒന്നും ആരും ഉണ്ടാവില്ല. അനുഭവമുള്ളവളാണ് ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ട് കാര്യമാണ്. നമ്മുടെ ചുറ്റിലുള്ള വെളിച്ചം വെറുതെയാണ്, പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായിക്കൊള്ളാം. ഞാൻ എന്തൊരു സാധനം വേണ്ട, ഞാനിപ്പം ഒരു 3000 സംതിങ് ഡ്രസ്സ് മേടിച്ചു. ഞാനതിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ കുളത്തിൽ പോയി അതിൻ്റെ ഗ്യാരണ്ടി അവിടെ തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ എത്രയോ വയസ്സിന് മൂത്ത ആളാണ് ഈ കടം മേടിച്ചിട്ടു എന്ന് പറയുന്നത്. ആ സ്ത്രീനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് 6 അടി മണ്ണേ ഉള്ളൂ. നമ്മൾ വെറുതെ കോപ്രായങ്ങൾ കാണിച്ച് പലരുടെയും ഒരു ചിന്താഗതി ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കിട്ടുന്ന ഫോളോവേഴ്സാണ് എന്തോ വലുതെന്ന്. ചുമ്മാതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരൊക്കെ നമ്മളെ ഫോളോ ചെയ്തത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്? ഒരിക്കലും അല്ല. നമ്മളെന്തെങ്കിലും സങ്കടപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോയെന്ന് കാത്തു നോക്കി നിൽക്കുന്ന കഴുകൻ കണ്ണുകളാണ് ഇവരൊക്കെ. അല്ലാതെ ഇവരൊന്നും നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല നമ്മളെ ഫോളോ ചെയ്യുന്നത്. നമുക്കെപ്പോൾ കഷ്ടകാലം വരുന്നത് അതെപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്ന കഴുകൻ കണ്ണുകൾ മാത്രമാണ് അവർ. അതാണ് നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്കതുണ്ടാവും ഇതുണ്ടാവും മറ്റേത് ഒന്നും ഉണ്ടാവില്ല. എന്തിന് മേ ബി നമ്മുടെ ബാപ്പയും അമ്മയും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദിശ അനുസരിച്ച് നമ്മുടെ നേല് വരെ പോവും. വൈകുന്നേരം ആകുമ്പോഴുള്ള നേലായിരിക്കില്ല രാവിലെ, നമ്മുടെ നേല് പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എനിക്കിത് കേട്ടപ്പം ചിരിയും സങ്കടവും അതേപോലെ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു ലോങ് ലെങ്ത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉള്ള ആളായിരുന്നു എന്നും പറയാൻ എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ഞാൻ കുറേ പഠിച്ചതാണെന്ന് പറഞ്ഞു, പഠിച്ചൊരുപാടാണ്. നിങ്ങളിപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരുപാട് പഠിച്ചതാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോണ്ടല്ലോ, ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും എന്തൊരു കാര്യം കിട്ടുമ്പം അത് ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ തൊട്ടടുത്ത വീട് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ആ വീടിൻ്റെ ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അത് പറയാനുള്ള കാരണം, ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ഒരു ചേച്ചിയുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പം ആ ചേച്ചി മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. ആ വീട് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആങ്ങളമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്നൊരു വീട്. ഈ ചേച്ചി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഈ ചേച്ചിയായിരുന്നു പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഹസ്ബൻഡ് PhD എങ്ങാണ്ടാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഹസ്ബൻഡിന് വരെ ഇവരായിരുന്നു ട്യൂഷൻ എടുത്ത് കൊടുക്കൽ. ഇവിടെ ഈ ഏരിയയിലുള്ള ആ കാലത്ത്, ഇത് നമ്മുടെ ചെറുപ്പകാലത്ത് ഇവരായിരുന്നു പോലും ട്യൂഷൻ എടുക്കാറ്. വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് മാനസിക നില തെറ്റിപ്പോയി. ഒരുപാട് പഠിച്ച് അങ്ങേ അറ്റം പഠിച്ച ഒരാളാണ്. സമനില തെറ്റിപ്പോയി. ഇപ്പം ആരുമില്ല, ആങ്ങളയില്ല, അനിയത്തിയില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് ആ വീട്ടിൽ. ഒരിക്കൽ എൻ്റെ പടച്ചോനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം. ഒരിക്കൽ ഞാൻ കാറ് ഓടിച്ച് പോകുമ്പോൾ ഇവർ സാധനവും മേടിച്ച് വീട്ടിലോട്ട് മടങ്ങുക. എൻ്റെ പൊന്നാര മക്കളെ കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഒരു നരിച്ച് അങ്ങേ അറ്റത്തേക്ക് നരിച്ചൊരു ബ്ലൗസും സാരിയും, ബ്ലൗസെല്ലാം കൂടി ലൂസായി അങ്ങ് അറ്റത്തെത്തേക്ക് ഒരു സഞ്ചിയിൽ എന്തോ സാധനം മേടിച്ച് പോകണം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടൊരു കാട് പോലെയാണ് കേട്ടോ. സത്യം പറയാം, എൻ്റെ മക്കളെ പിടിച്ചിട്ട് പറയാം. പിറ്റേന്ന് ആ മൂലക്ക് പോയിട്ട് ചേച്ചിനെ കുറേ വിളിച്ച് നോക്കി. എന്തിനെന്നറിയോ, എന്തേലും സാധനം വേണോ ഞാൻ മേടിച്ച് തരാമെന്ന് പറയാൻ. പക്ഷേ പിന്നീട് ചേച്ചിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നെ അങ്ങോട്ട് പോകാൻ ഹസ്ബൻഡ് സമ്മതിക്കാറില്ല. ആളെ എങ്ങനത്തെ മൂഡിലാണെന്ന് പറയാൻ പറ്റൂല.
ചിലപ്പം ഉപദ്രവം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എനിക്കിതുവരെ ആ ചേച്ചിനോട് ചോദിക്കാനും പറ്റിയില്ല. പറ്റിയ ഞാൻ എല്ലാ മാസവും എന്തെങ്കിലും മേടിച്ചു കൊടുക്കും കേട്ടോ. ഭക്ഷണമല്ലേ, ഞാനും കുറേ പട്ടിണി കിടന്നിട്ടുണ്ട്, എൻ്റെ മക്കളും പട്ടിണി കിടന്നിട്ടുണ്ട്. ഒക്കെ പറയുന്നതിൽ നമുക്ക് നാണക്കേടല്ല തോന്നുന്നുണ്ട്, നമ്മളൊരാൾക്ക് പ്രചോദനമാവുക ചെയ്യേണ്ടത്. അത്രമേൽ കഷ്ടപ്പെട്ടിട്ട് വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് ഒരു പ്രചോദനമാവുക ചെയ്യേണ്ടത്. അപ്പോൾ ആ ചേച്ചിനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കും കേട്ടോ. ഞാൻ അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം ഞാനിത് വീഡിയോ ചെയ്യുന്നു. കുറേ ലെങ്തായിപ്പോൾ കുറേ കഥകൾ പറഞ്ഞത്. അപ്പോൾ ബൈ.